മലപ്പുറം പൊന്നാനിയിൽ എം സ്വരാജിനെ LDF സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ CPM-ൽ ധാരണ. സീറ്റ് നിലനിർത്താൻ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്ന വിലയിരുത്തലാണ് എം സ്വരാജിലേക്ക് എത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കാൻ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. വിവരങ്ങൾക്കായി സലാം മുഹമ്മദിലേക്ക് പോകാം. സലാം, ഈ പൊന്നാനി സീറ്റ് എന്ന് പറയുന്നത് ലീഗിന്റെ അഭിമാന സീറ്റ് കൂടിയാണ്. അവിടുത്തെ പോരാട്ടം CPM-ന്റെ അഭിമാന പോരാട്ടം കൂടിയാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കരുത്തനായ സ്ഥാനാർത്ഥി അവിടെ വേണമെന്നുള്ള ചർച്ചകൾ, അങ്ങനെ പലരെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും എം സ്വരാജിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഘടകങ്ങൾ അവിടെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണയായി? പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരു തിരിച്ചടിയാണ് പൊന്നാനി മണ്ഡലത്തിലാകമാനം. വലിയ തിരിച്ചടി, ജില്ലയിലുണ്ടായ തിരിച്ചടിയുടെ പ്രതിഫലനങ്ങൾ പൊന്നാനിയിലും ഉണ്ടായി. പൊന്നാനിയിലെ പഞ്ചായത്തുകൾ ആലങ്കോട്, നന്നമുക്ക്, അതുപോലെ പെരുമ്പടപ്പ്, മാറഞ്ചേരി പഞ്ചായത്തുകൾ UDF-ലേക്ക് പോയി. ആ രീതിയിൽ വലിയ തിരിച്ചടി തന്നെയാണ് നേരിട്ടത്. അതോടൊപ്പം തന്നെ പൊന്നാനി നഗരസഭയിലായാലും UDF-ന് സീറ്റ് വർദ്ധിക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ നിലക്ക് ഉണ്ടായ തിരിച്ചടിക്ക് പ്രധാനമായിട്ട് കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പാർട്ടിയിലെ അനൈക്യമാണ്. ചില പ്രാദേശിക തർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തെരുവിൽ സംഘർഷമായി തന്നെ മാറുന്ന സ്ഥിതി ഉണ്ടായി. ആ രീതിയിൽ വലിയ തർക്കങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ LDF-നുള്ളിൽ, മുന്നണിക്കുള്ളിലും ആ രീതിയിൽ CPIക്ക് നൽകിയ സീറ്റിൽ CPM റെബലുകൾ മത്സരിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി. അങ്ങനെ 2 സീറ്റുകളാണ് നൽകിയിട്ടുണ്ടായിരുന്നത് പൊന്നാനി നഗരസഭയിൽ. അവിടെ 2 സീറ്റിലും തോൽവിക്ക് കാരണമായത് CPM-ന്റെ റിബൽ സ്ഥാനാർത്ഥികളാണ്. ആ രീതിയിൽ വലിയ അനൈക്യം നിലനിൽക്കുന്നുണ്ട്. ആ അനൈക്യം തടയുക എന്നുള്ളത് തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം CPM-നും അതുപോലെ ഇടതുമുന്നണിക്കും വലിയ അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. സാധാരണഗതിയിൽ ഇടത് വോട്ടുകൾ മാത്രം LDF-ന് ലഭിക്കുകയാണെങ്കിൽ ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് അനായാസമായ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നണി വോട്ടുകളിൽ വിള്ളലുണ്ടാകാതിരിക്കുക എന്നത് തന്നെയാണ് CPM പ്രധാനമായും എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒരു പക്ഷേ മറ്റൊരു സ്ഥാനാർത്ഥി വന്നാൽ ഈ പടലപ്പിണക്കങ്ങൾ മുന്നണി വിജയത്തെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എം സ്വരാജ് ആണെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഇടത് വോട്ടുകളിൽ വിള്ളലുണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പൊതുവെ CPM-ന് ഈ അടുത്ത കാലത്തെടുത്ത നിലപാടുകൾ ന്യൂനപക്ഷത്തെ മുന്നണിയിൽ നിന്നും CPM-ൽ നിന്നൊക്കെ തന്നെ അകറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുള്ളിലുണ്ട്. അത് ഒരുപക്ഷെ എം സ്വരാജിനെ ബാധിക്കില്ല എന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. കാരണം എം സ്വരാജ് തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ നിലപാടുകൾ അടുത്ത കാലത്തായി, സമീപകാലത്തായി ഉണ്ടായ സംഭവങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായി എടുക്കുന്ന സമീപനങ്ങളിലായാൽ പോലും കടുത്ത മതനിരപേക്ഷ നിലപാടെടുക്കുന്ന ഒരു ആളാണ് എം സ്വരാജ്. ആ നിലയ്ക്ക് ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ സ്വീകാര്യനായ ഒരാളെന്ന നിലയ്ക്ക് എം സ്വരാജിന് അനായാസം പൊന്നാനി നിലനിർത്താനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ പാർട്ടി ഉള്ളത്. അങ്ങനെയാണ് എം സ്വരാജിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുന്നത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയാണ് എന്ന നിലയ്ക്ക് വിലയിരുത്തപ്പെടുന്ന ആളുകൾ അവിടെ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ആ ഇടപെടലുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ചില മേഖലയിൽ, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലൊക്കെ തന്നെ അതൊരു പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാനായിട്ടുണ്ട്. ആ രീതിയിൽ UDF-ന് സാധാരണഗതിയിൽ CPM-ന്റെ അടിത്തറ ഏറ്റവും ശക്തമായ പൊന്നാനിയിലെ തീരദേശ മേഖലയിലടക്കം UDF സ്ഥാനാർത്ഥികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം കാണാനായി അത് ഈ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുക, അതോടൊപ്പം തന്നെ പൊന്നാനി സീറ്റ് നിലനിർത്തുക, ഈ ലക്ഷ്യമാണ് എം സ്വരാജിലേക്ക് എത്തുന്നതിൽ കാരണമായി പറയുന്നത്. അതോടൊപ്പം തന്നെ പൊതുവിൽ എം സ്വരാജ് CPM-നും അതോടൊപ്പം തന്നെ ഇടതുമുന്നണികൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. ആ രീതിയിൽ കുറെ കൂടി ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ മണ്ഡലം നിലനിർത്തുക എന്നത് അനായാസകരമായ ഒരു കാര്യമാണ്. ആ രീതിയിലാണ് എം സ്വരാജിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുന്നത്. ഏതായാലും CPM-നുള്ളിൽ ഇത് സംബന്ധിച്ചൊരു ധാരണയായിട്ടുണ്ട്. എം സ്വരാജ് തന്നെയായിരിക്കും LDF-ന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ CPM-നുള്ളിൽ ധാരണയായിട്ടുണ്ട്. ഒരു പക്ഷേ അടുത്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. ഏതായാലും ഇപ്പോൾ ഒറ്റ പേര് എം സ്വരാജ് എന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പേരാണ് പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്നത്. ആ രീതിയിലൊരു ധാരണ CPM-നുള്ളിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.